ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ്സിലെ ലാഗ് കുറയ്ക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫോണിൽ ചെയ്ത് വിജയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളിതിന് മുന്നേ ലാഗ് മാറാനായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനേക്കാട്ടിലും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ചിലതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, എന്തെങ്കിലും ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ബാക്കിയുള്ളവർക്കും അതൊരു ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എത്ര സെറ്റിങ്സ് എന്തൊക്കെ മാറ്റം ഫോണിൽ വരുത്തിയാലും ഒരു പരിധി വരെ അതിന് കാരണം ഉണ്ടാവുള്ളൂ. കാരണം നമ്മുടെ ഈ ഗെയിമുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഫോണിന് ഒരു കാലം കഴിയുമ്പോൾ ഇതൊന്നും താങ്ങാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് പോലും വെറുതെ പോകും. അപ്പോൾ എന്നാലും നമുക്ക് ഈ സെറ്റിങ്സിലൂടെ കുറച്ച് കാലമൊക്കെ നമ്മുടെ ഫോൺ ഇങ്ങനെ തട്ടിമുട്ടി ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു 4-5 വർഷം പഴക്കമുള്ളൊരു ഫോണൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വേറൊരു ഫോൺ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫോണിലുള്ള ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കുക. നമുക്ക് വല്ലപ്പോഴൊക്കെ ഉപയോഗമുള്ള ആപ്പുകളൊക്കെ അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ ഉപയോഗം കഴിഞ്ഞിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പരമാവധി സ്റ്റോറേജ് ഫ്രീ ആക്കുക. നമ്മളൊരു ഗെയിം കളിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു 10 GB എങ്കിലും മാക്സിമം നമ്മുടെ ഫോണിൽ ഫ്രീ ആയിട്ട് വേണം. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മുടെ ഫോൺ ഫുള്ള് ക്ലീൻ ആക്കുക. അപ്പോൾ നമ്മൾ ആപ്പുകളൊക്കെ ഡിലീറ്റ് ആക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫോണിലുള്ള ഫയൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കുക. അപ്പോൾ ഈ ആപ്പൊക്കെ ഡിലീറ്റ് ആക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ ഫുള്ള് ഡാറ്റയും നമ്മൾ ക്ലീൻ ചെയ്തിട്ടേ നമ്മൾ ഡിലീറ്റ് ആക്കാൻ പാടുള്ളൂ. വെറുതെ അങ്ങ് ഡിലീറ്റ് ആക്കരുത്. അതുപോലെ ചില ആപ്പുകൾ കണ്ടില്ലേ, നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ തന്നെ ചില ആപ്പുകൾ ഉണ്ടാവും, അതൊക്കെ നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാനാവും. അപ്പോൾ അതും നേരെപോലെ ഡിസേബിൾ ചെയ്യുക. പരമാവധി ഫോണിനെ ഒന്ന് ഫ്രീ ആക്കുക. അതാണ് ആദ്യത്തെ പരിപാടി. നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗെയിം ബൂസ്റ്റർ ഉപയോഗിക്കുക. അപ്പോൾ ഗെയിം ബൂസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഫോണിലൊക്കെ ഗെയിം ബൂസ്റ്ററുകൾ ഉണ്ടാവും. അതല്ലാതെ നമ്മൾ പ്ലേ സ്റ്റോറിൽ സ്റ്റോറേജ് ബൂസ്റ്റർ, അതുപോലെ ഗെയിം ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഇപ്പോൾ കുറച്ച് നാൾക്ക് മുമ്പ് ഞാനൊരു ഗെയിം ബൂസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് വീഡിയോ ഇട്ടിട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടു. ഒരുപാട് പേര് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഫോണിൽ അത് ആ ഒരു സമയത്തൊന്നും അത്ര വലിയ ഗുണം ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം വലുതായിട്ട് ഹീറ്റ് ആവുകയാണ് ഉണ്ടായത്. അപ്പോൾ ചില ഫോണുകളിലൊക്കെ ഈ ഒരു ഗെയിം ബൂസ്റ്ററുകൾ വർക്കാവുന്നുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഫോണിൽ ഇത് വർക്കാവില്ലെങ്കിലും ആ ഒരു വീഡിയോ കണ്ട പകുതി പേർക്കും ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് അതിൻ്റെ കമൻറ്റ് നോക്കിയാൽ തന്നെ കാണാം, അത്യാവശ്യം എല്ലാവർക്കും ആ ഒരു ഗെയിം ബൂസ്റ്റർ വെച്ച് കാര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഞാനിപ്പോൾ അതിൽ ഒരെണ്ണേ കാണിച്ചിട്ടുള്ളൂ. അല്ലാതെ വേറെ കുറേ ഗെയിം ബൂസ്റ്ററുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫോണിന് പറ്റിയ ഏതെങ്കിലും ഒരു ആപ്പ് ഉണ്ടെങ്കിലോ. അപ്പോൾ ഇനി നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എല്ലാ ആപ്പുകളും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ആപ്പുകളായാലും അതൊക്കെ ഒന്ന് ക്ലിയർ ക്യാഷ് ചെയ്യുക. അപ്പോൾ ക്ലിയർ ക്യാഷ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതൊന്നും ആർക്കും അറിയാത്തതായിട്ടുണ്ടാവില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും ക്ലിയർ ക്യാഷ് ചെയ്യാനൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിക്കാത്തത്. അപ്പോൾ ക്ലിയർ ക്യാഷ് ചെയ്യുക. അപ്പോൾ ഡെയിലി ഒരു നേരം ക്ലിയർ ക്യാഷ് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മുടെ ഈ ഹാങ് ഉള്ള ഫോണിനൊക്കെ ഭയങ്കര ഉപകാരമായിരിക്കും. കാരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് തന്നെ എടുക്കുകയാണെങ്കിൽ, യൂട്യൂബ് എന്ന് പറഞ്ഞ ആപ്പിൽ നമ്മളൊന്ന് ക്ലിയർ ക്യാഷ് ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷം പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും വലിയൊരു MB ക്ലിയർ ക്യാഷ് ഫയൽ മാത്രമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും അത് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ ക്ലിയർ ക്യാഷ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യമൊക്കെ നമ്മുടെ ഫോണിന് സ്മൂത്ത് ആവുന്നുണ്ട്. എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നു അങ്ങനെ. പിന്നെയുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ ഗെയിമിലൊന്നും വർക്കാവില്ല. അതായത് നമ്മുടെ ഓൺലൈൻ ഗെയിമിലൊന്നും ഈ ഒരു പരിപാടി വർക്കാവില്ല. ഇത് നമ്മുടെ വർക്കാവുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ്ലൈൻ ഗെയിമുകളിലാണ്. അപ്പോൾ എന്താ കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ബസ്സിഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ, ബസ്സിഡിൽ ഫ്രീ മോഡ് കളിക്കുമ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് വേണ്ട. അല്ലാതെ നമ്മൾ കരിയർ മോഡും മൾട്ടിപ്ലെയർ മോഡ് അങ്ങനത്തെ മോഡുകളൊക്കെ കളിക്കുമ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് വേണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓഫ്ലൈനായിട്ട് കളിക്കുന്ന ആപ്പുകളിൽ, അതായത് ഗെയിമുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു ഗെയിമിലൊക്കെ നമ്മൾ പരമാവധി ഇൻ്റർനെറ്റ് ഓഫാക്കിയിട്ട് കളിക്കുക. അപ്പോൾ അങ്ങനെ കളിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം നന്നായിട്ട് ഗെയിം സ്മൂത്തായിട്ട് കിട്ടും. ചില സമയത്തൊക്കെ സ്റ്റക്കാവുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും ഈ മൊബൈൽ ഡാറ്റ ഓഫാക്കി കഴിഞ്ഞാൽ. പിന്നെയുള്ളൊരു സംഭവമാണ് നമ്മുടെ ഡെവലപ്പർ ഓപ്ഷനിലുള്ളത്. അപ്പോൾ ഈ ലാഗ് കുറയ്ക്കാനൊക്കെ നമ്മളിപ്പോൾ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ആദ്യം അവർ ചെയ്ത് കാണിക്കുന്ന ഒരു പരിപാടിയാണ്, നമ്മുടെ ഡെവലപ്പർ ഓപ്ഷനൊക്കെ ഓണാക്കിയിട്ട് നമ്മുടെ 3 ആനിമേഷൻ സ്കെയിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 3 ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ, ആ ഒരു 3 അത് ഡിഫോൾട്ടായിട്ട് അത് 1x കാണുക. അപ്പോൾ നമ്മളത് എല്ലാവരും ഓഫാക്കാനാണ് പറയൽ. നമ്മളത് ഓഫാക്കുമ്പോൾ അത്യാവശ്യം നല്ല മാറ്റം നമ്മുടെ ഒരു ഗെയിമിനും അതുപോലെ തന്നെ ഫോണിൻ്റെ ഫുള്ള് പെർഫോമൻസ് തന്നെ മാറും. പക്ഷേ അങ്ങനെ നമ്മൾ ഫുള്ള് ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കുണ്ടായൊരു അനുഭവമാണ്,
നമ്മൾ ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ലാതൊക്കെ പോവുമെങ്കിലും പിന്നീട് നല്ല ഹീറ്റാവും ഫോണ്. അതുപോലെ തന്നെ നമ്മൾ പഴയതിനേക്കാട്ടിലും കൂടുതൽ ലാഗ് വരുന്നത് കാണാം. അപ്പോൾ അമ്മാതിരി പരിപാടിയൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1x ഇടണ്ട, ഓഫാക്കുകയും വേണ്ട. അതിൻ്റെ ഇടയ്ക്കൊരു 0.5x ഇല്ലേ, അപ്പോൾ ഞാൻ 3 ആ ഒരു 3 സെറ്റിങ്സും അതേപോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പരമാവധി അതേപോലെ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു 1x കളിച്ചിട്ടുണ്ട്, അതേപോലെ ഓഫാക്കിയിട്ടും കളിച്ചിട്ടുണ്ട്, അതുപോലെ 0.5 കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വ്യത്യാസമായിട്ട് ഏറ്റവും നന്നായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നത് നമ്മുടെ 0.5x. അപ്പോൾ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഫോണിലും നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടാവും. ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ചാടി കയറി ഒരു അപ്ഡേറ്റും ചെയ്യരുത്. ഇപ്പോൾ ആപ്പിൻ്റെ ആണെങ്കിലും അതും ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റൊക്കെ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് അപ്ഡേറ്റ് വന്നു, അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ ബസ്സിൽ തന്നെ ഒരു മേജർ അപ്ഡേറ്റ് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒപ്പം തന്നെ ഇഷ്ടം പോലെ ബഗ് ഉണ്ടാവും. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ കുറേ ബഗ്ഗുകൾ ഉണ്ടാവും, കുറേ കുഴപ്പങ്ങൾ ആ ഒരു അപ്ഡേറ്റിന് ഉണ്ടാവും. അപ്പോൾ അത് മാറാനായിട്ട് അത് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഒരു ബഗ് ഫിക്സിംഗ് ഒക്കെ ആയിട്ട് ഓരോന്ന് പിന്നെയും വരുന്നതാണ് അതിൻ്റെ പുറകെ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലും ഇഷ്ടം പോലെ ബഗ് ഉണ്ടാവും. മെയിനൊരു അപ്ഡേറ്റിൽ ഒരു തവണ നമ്മുടെ ഫോണിൽ ഈ ഒരു ബഗ്ഗുള്ള ഒരു സംഭവം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ബഗ് ആയിക്കഴിഞ്ഞാൽ ഫോൺ ലാഗാവുമല്ലോ. പിന്നീട് നമ്മളൊരു ബഗ് ഫിക്സിങ് അപ്ഡേറ്റ് ചെയ്താലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഫോണിന് എന്നൊക്കെ ഉള്ളത് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. കാരണം ഞാൻ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഞാനത് അപ്ഡേറ്റ് ആക്കി ഇൻസ്റ്റാൾ ആക്കി. പിറ്റേ ദിവസം എൻ്റെ ഫോണിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, പരമാവധി എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ചാടി കയറി ഡിലീറ്റ് ആക്കരുത്, അതായത് അപ്ഡേറ്റ് ആക്കരുത്. അപ്പോൾ ഇനി നമ്മുടെ ബസ്സിൽ ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ബസ്സിൽ ചെയ്യാനുള്ളതൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഇനി പുറത്ത് സെറ്റിങ്സിൽ ചെയ്യാനുള്ള വേറെ ഒന്നുമില്ല, ഇനി ബസ്സിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ബസ്സിൽ പരമാവധി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പരമാവധി എല്ലാവരും ലോ എൻഡ് മോഡ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് അത്യാവശ്യം MB ഉള്ള മോഡുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്യരുത്. ഇപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ ബസ് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ മോഡുകളായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ പരമാവധി MB കുറഞ്ഞ ലോ എൻഡ് ഡിവൈസിൽ പറ്റിയ മോഡുകളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം ഒരു 2-3 വർഷം പഴക്കമുള്ള മോഡുകളൊക്കെയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. പുതിയതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല, അതാണ് സംഭവം. അപ്പോൾ അത്യാവശ്യം വ്യത്യാസം അറിയുന്നുണ്ട്, അത്യാവശ്യം ലാഗ് ഫ്രീ ആയിട്ട് കിട്ടും. ഒരു പരിധി വരെയൊക്കെ നമുക്കത് കുറയ്ക്കാൻ പറ്റും. പിന്നെയുള്ളൊരു സംഭവമാണ്, ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മിറർ ഓഫ് ആക്കണത്. നമ്മുടെ ഏത് വണ്ടിയാണോ നമ്മൾ ഓടിക്കുന്നത് അതൊന്നും നോക്കണ്ട, നമ്മുടെ ബസ്സിൽ നമ്മൾ മിറർ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഇല്ലേ, അത് ഫുൾ ഓഫാക്കിയിരിക്കണം. അങ്ങനെ ഓഫാക്കുകയാണെങ്കിൽ അത്യാവശ്യം വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഗ്രാഫിക്സ് കുറച്ചിടുന്നതിനെക്കാട്ടിലും വ്യത്യാസം നമ്മൾ ആ ഒരു മിറർ ഓഫാക്കിയിടുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മോഡലൊക്കെ ആണെങ്കിൽ 4 മിററൊക്കെ വരും, 2 കൊമ്പിൽ. ഇപ്പോൾ ഒരു ബസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്, 2 കൊമ്പിൽ, അതേപോലെ 2 നോർമൽ മിറർ, അതുപോലെ റിവേഴ്സ് ഗിയറിന് വേറെ മിറർ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലാഗാവും. അപ്പോൾ നമ്മൾ ഈ ഒരു മിറർ ഓഫാക്കി വയ്ക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ട്രാഫിക് ഡെൻസിറ്റിയൊക്കെ ഒന്ന് പരമാവധി കുറയ്ക്കുക. കാരണം ലോ ആക്കി ഇടുക, ഓട്ടോമാറ്റിക്കലി ഇടരുത്, മീഡിയം ഹൈ അതൊന്നും ഇടരുത്, ലോ ആക്കി വയ്ക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ലാഗ് വ്യത്യാസം അറിയുന്നുണ്ട്. ഇത് നമ്മളിങ്ങനെ ലാഗ് വ്യത്യാസം ഉണ്ടോയെന്ന് അറിയാനായിട്ട് നമ്മുടെ FPS കൗണ്ടർ ഉണ്ടല്ലോ, അത് സംഭവം ഓണാക്കി ഇട്ടാൽ മതി. നമ്മുടെ FPS കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു സംഭവമാണ്, നമ്മുടെ ബസ്സിൽ മാത്രമുള്ളൊരു പരിപാടിയാണ്. നമ്മുടെ ബസ്സിൽ ഹൈ എൻഡ്, അതായത് ഗ്രാഫിക്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ലോ, ഹൈ, മീഡിയം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഫുള്ള് ലോ ആക്കി ഇടുമ്പോൾ ലാഗ് കുറയുന്നതാണ് എല്ലാവരുടെയും വിശ്വാസം. പക്ഷേ എൻ്റെ ഫോണിൽ ഞാൻ ചെയ്ത സെറ്റിങ്സാണ് ഏറ്റവും നല്ല സെറ്റിങ്സ്. കാരണം ഞാൻ ഫുള്ള് ലോ ആക്കിയിട്ടാണ് ആദ്യം കളിച്ചത്. അതിനേക്കാട്ടിലും കൂടുതൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു സെറ്റിങ്സാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റിങ്സ്. അപ്പോൾ സെറ്റിങ്സ് കണ്ടില്ലേ, ഞാൻ FPS ഹൈയിലാക്കും, അതുപോലെ നമ്മുടെ ഷേഡേഴ്സും ഹൈയിലാക്കും. അല്ലാതെ ബാക്കിയുള്ളത് മൊത്തം ഞാൻ കുറച്ചിടുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം ലാഗ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല വ്യത്യാസം അറിയുന്നുണ്ട്, സ്മൂത്തായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ, അപ്പോൾ നിങ്ങളുടെ ഫോൺ ഏതും ആയിക്കോട്ടെ, പലതായിരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ അത് കണ്ടുപിടിക്കണം. ഏറ്റവും നല്ല ഒരു സ്മൂത്തായിട്ട് നമുക്ക് ഏത് ഗ്രാഫിക്സിലിട്ടാണ് നമുക്ക് കളിക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി തന്നെ മനസ്സിലാക്കണം.
പിന്നെ നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു സമയമുണ്ട് ഇതിന്, അത്യാവശ്യം നല്ല സ്മൂത്തായി കിട്ടുന്ന ഒരു സമയമുണ്ട്. അതായത് എല്ലാ ഫോണുകളും ആക്റ്റീവ് ആവാത്ത സമയത്ത്, ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് രാത്രി സമയത്താണ്. ഇപ്പോൾ നമ്മളൊരു പുലർച്ചെ 6 മണിക്കൊക്കെ എണീച്ചിട്ട് നമ്മൾ ഗെയിം കളിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ നല്ല സ്മൂത്തായിരിക്കും. പക്ഷേ നമ്മൾ രാത്രി അതുപോലെ ഉച്ചയ്ക്കൊക്കെയാണ് കളിക്കണമെങ്കിൽ അത്യാവശ്യം ലാഗും ഉണ്ടാവും. നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊന്ന് കളിച്ച് നോക്കിയിട്ട് അങ്ങനെ കളിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അഭിപ്രായം പറയുക. നമ്മൾ ഈ പുലർച്ചെ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ ഗെയിം കളിക്കണമായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അത്യാവശ്യം നല്ല സ്മൂത്ത് ഉണ്ട്. കാരണം നമ്മുടെ സിഗ്നലുകളൊക്കെ അത്യാവശ്യം അധികം വർക്കാവാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിന് അത്യാവശ്യം ഫ്രീ ആയിട്ട് കിട്ടും ഫോണ്. അപ്പോൾ നമുക്ക് ഗെയിം കളിക്കാനൊക്കെ നല്ല സ്മൂത്തായിരിക്കും. അതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ അത്യാവശ്യം കിട്ടും. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടും. അതുപോലെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിൽ മാറ്റി തരാം. അതുപോലെ നിങ്ങൾക്കിപ്പോൾ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇനി എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാണ് ഇനി ബാക്കി കമൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.